പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം നിയന്ത്രിച്ചത് പേപ്പർ ബാഗ് നിർമ്മാണ രംഗത്ത് വൻ കുതിപ്പാണ് ഉണ്ടാക്കിയത്. യന്ത്രസഹായം കൊണ്ട് ഉണ്ടാക്കുന്ന പേപ്പർ ബാഗുകളാണ് ഇന്ന് വൻകിട വ്യാപാര സ്ഥാപനങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്നത്. ഇത് വൻ വിപണി സാധ്യതയാണ് നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത്തരം ക്യാരി ബാഗുകൾ എങ്ങനെ കൈകൊണ്ട് നിർമ്മിച്ചെടുക്കാമെന്ന് നോക്കാം. പാലക്കാട് സ്വദേശി അബു സാഹിറിന്റെ പേപ്പർ ബാഗ് നിർമ്മാണമാണ് ഇന്ന് നമ്മൾ കയ്യൊപ്പിൽ പരിചയപ്പെടുന്നത്. നമസ്കാരം, എൻ്റെ പേര് അബു സാഹിർ. ഞാൻ ആലത്തൂരിൽ നിന്നും, പാലക്കാട് ജില്ലയിൽ ആലത്തൂർ എന്ന പ്രദേശത്താണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ബിസിനസ് പേപ്പർ ബാഗിൻ്റെ ട്രെൻഡിയായ പേപ്പർ ബാഗിൻ്റെ ഒരു ബിസിനസ്സാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് സ്ത്രീകൾക്കും വീട്ടിലെ സാധാരണ ജനങ്ങൾക്കും ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ്. അപ്പോൾ നമുക്കൊരു പേപ്പർ ബാഗിൻ്റെ ഒരു നിർമ്മാണ രീതിയിലേക്ക് പോകാം. ഇത് ആദ്യമായിട്ട് കളർ പേപ്പറിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞത് 24 ഇഞ്ചും 14 ഇഞ്ചും ഉള്ള ഒരു ബാഗിൻ്റെ ഒരു നിർമ്മാണ രീതിയാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു സ്കെയിലും അതൊരു പേനയും വെച്ച് നമുക്ക് ആവശ്യാനുസരണം മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യേണ്ട രീതി, ഇവിടെ പശ തേക്കാനുള്ള 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു 9 ഇഞ്ച് ബാഗാണെങ്കിൽ ആ 9 ഇഞ്ച് എന്നുള്ളത് അടുത്ത ഒരു മാർക്കിങ്ങോടുകൂടി ഇവിടെ ചെയ്യാം. അതിനുശേഷം ഒരു 1.5 ഇഞ്ചിനാണ് സൈഡ് അളവ് കൊടുക്കുക. 1.5 ഇഞ്ച് പറയുമ്പോൾ എല്ലാ ബാഗുകൾക്കും പ്രത്യേകം സൈഡ് അളവുകളുണ്ട്. കസ്റ്റമൈസിനനുസരിച്ച് നമ്മൾ സൈഡ് അളവ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. അത് 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം വീണ്ടും 1.5, വീണ്ടും 1.5. ഇങ്ങനെയാണ് ഒരു സൈഡിലുള്ള അളവ്. അതിനുശേഷം ഇപ്പോൾ ഇത് ഒരു സൈഡിലുള്ള അളവാണ്. ഇനി ഇതിൻ്റെ ബോട്ടം തിരിച്ചുകൊണ്ട് നമുക്കിത് മാർക്ക് ചെയ്യാം. ഇവിടെ 1.5 എടുക്കുമ്പോൾ തിരിച്ച് ഇവിടെ 1.5 ആകുമ്പോൾ റിട്ടേൺ ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. എല്ലാ ഭാഗങ്ങൾക്കും ഇവിടെ 1 ഇഞ്ചാണെങ്കിൽ ഇവിടെ 1 ഇഞ്ച്, സെയിം ഇതേ അളവ് തന്നെയാണ് ഇവിടെ 2 ഇഞ്ച് കൊടുക്കുക. അതിനുശേഷം ഇത് വര ഇത്രയും മാർക്കിങ് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു ബാഗിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഈ ബാഗ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന രീതിയും കാണിച്ചു തരാം. ഈ സ്കെയിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ വരച്ചത് അതേ സ്കെയില് അതേ സ്പേസിൽ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് സ്കെയിൽ കൊണ്ട് ഇങ്ങനെ ഫോൾഡിങ് ചെയ്യാം. ഇതിനെ ക്രീസിംഗ് ആണ് പറയുക. എല്ലാ ഭാഗവും നമ്മൾ ക്രീസ് ചെയ്യുക. ടോട്ടലി 1 സൈഡ് ക്രീസിങ് കഴിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം സെയിം ഇത് തന്നെയാണ്. ബോട്ടവും നമ്മൾ ക്രീസ് ചെയ്യേണ്ടത്. വളയാതെ ഈ ലൈൻസ് ഇട്ട ഭാഗം വളരെ വൃത്തിയോടുകൂടി പതുക്കെ മടക്കി ക്രീസ് ചെയ്യാം. ഇപ്പോൾ ബാഗിൻ്റെ ഏകദേശം മടക്കുകളും ഫോൾഡിങ് എല്ലാം വന്നു. ഇനി ഗമ്മാണ് ആവശ്യം. ഗമ്മ് സാധാരണ നമ്മൾ വീടുകളിൽ ഈ ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതി. ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് ഗമ്മിങ് എല്ലാവിടെയും പേസ്റ്റ് ചെയ്യാം. വീണ്ടും രണ്ടാമത് 1.5 ഇഞ്ച് കൊടുത്തവിടെ വീണ്ടും നമ്മൾ ക്രീസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ടോപ്പിലെ ഫോൾഡിങ് ഭാഗം, ഇതാണ് ഫോൾഡിങ് ഭാഗം. ഈ ഫോൾഡിങ്ങും ഒരു തവണ കൂടി ക്രീസ് ചെയ്യാം. അതിനുശേഷം ഇനി ശ്രദ്ധിക്കേണ്ട ഈ ബോട്ടം ഏകദേശം മാർക്ക് ചെയ്ത അതേ ഭാഗം തന്നെ ഒന്ന് ഫോൾഡിലോട്ട് ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇത് പേപ്പർ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഒരു ബാഗ് ഉണ്ടാക്കാൻ പറ്റും. ഈ അടിഭാഗമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ പഞ്ചിങ്ങിനുള്ള സാധാരണ നമ്മൾ കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന ഈ പഞ്ചിങ് മതി. 2 ഹോൾ അടിക്കുക. ഇത് രണ്ടും കൂടി അതിനുശേഷം ഈ താഴ്ഭാഗം ഗമ്മിങ് കൊണ്ട്, അതായത് പശ കൊണ്ട് ഈ 3 സൈഡ് ഭാഗം മാത്രം പശ ഒട്ടിക്കുക. ഇത് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഹാൻഡിൽ. ഇത് പല കളറുകളിൽ നമുക്ക് ഹാൻഡിൽ കിട്ടും. പേപ്പർ ബാഗിൻ്റെ ഹാൻഡിൽ കിട്ടും, അതുപോലെ നൈലോണിൻ്റെ കിട്ടും, പിന്നെ ഇതുപോലെ ക്ലോത്തിൻ്റെ കിട്ടും. ഏകദേശം ഒരു 2 കിലോ വരെ നമുക്ക് ട്രെൻഡിയായ ഒരു ബാഗ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും.